ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗ്രീൻ ചട്നിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇഡ്ഡലി, ദോശ, ഉഴുന്നോടൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എളുപ്പത്തിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 8 അല്ലി ചുവന്നുള്ളി അല്ലെങ്കിൽ ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ മിക്സി ജാറിൽ അടിക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്. അപ്പോൾ ഈ ചട്നിക്ക് ഒത്തിരി എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില, 1/4 കപ്പ് പുതിനയില, 1/2 കപ്പ് മല്ലിയില. അപ്പോൾ പുതിനയിലയുടെ ഇരട്ടി മല്ലിയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചെറിയ കഷ്ണം പുളി. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പൊട്ടുകടലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വേവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മല്ലിയില, വേപ്പില, പുതിനയില ഇവ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 സെക്കൻഡൊക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചൂട് തട്ടുമ്പോൾ തന്നെ ഇലകളൊക്കെ വാടുന്നത് കാണാട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കണം. ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഞാനപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി, പച്ചമുളക്, ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചൂടാറാൻ വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില, തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി ഫൈനായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. ചെറിയൊരു തരിതരിപ്പോടെ തിക്കായിട്ട് ഇത് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കുറേശ്ശെയായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ഉണക്കമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ചട്നിയിലേക്ക് ആഡ് ചെയ്യാം. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചട്നി അല്ലെങ്കിൽ പുതിന മല്ലിയില ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ റവ ദോശക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.